ഹലോ, വെൽക്കം ടു ട്രാവൽ മാനിയാക്ക്. ഇന്ന് ലണ്ടൻ യാത്രയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അതായത് ലണ്ടനിലെത്തിയതിൻ്റെ രണ്ടാമത്തെ ദിവസം തന്നെയാണിത്. തലേദിവസം രാത്രിയാണ് ഞങ്ങൾ എത്തിയിരുന്നത്. കാലത്തെണീറ്റു പുറത്തേക്കുള്ള കാഴ്ചയാണ് വിൻഡോയിൽ കൂടെ. പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് നടക്കാൻ പോയി. ഇത് ഹെമൽ ഹെംസ്റ്റെഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നല്ലൊരു റിവർ സൈഡും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നല്ല ഇതിനൊരു ടൗൺ എന്നും പറയാം. എന്നാൽ ഒരു കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ കൺട്രി സൈഡ് കാഴ്ചകളൊക്കെ കാണാം. നടന്നാൽ രണ്ട് സൈഡിലേക്ക് നടന്നാലും കൺട്രി സൈഡ് കാഴ്ചകളാണ്. പിന്നെ ഒരു സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ റോഡ് നമുക്ക് എയർപോർട്ടിൽ നിന്നൊക്കെ വരുന്ന വഴിയാണ്. വേറൊരു സൈഡിലേക്ക് പോയാലാണ് നമ്മുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടേക്കൊന്നും നമ്മളിന്ന് പോയിട്ടില്ല. ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളവിടെയൊക്കെ നടന്ന് കറങ്ങി കാണുകയായിരുന്നു. ഇത് തൊട്ടടുത്തുള്ള കടകളും സബ്വേയും ഒക്കെയാണ്. ഇത് ഫ്രൈഡേ ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വാട്ടർ പ്ലേ സ്കൾപ്ചറാണ് ബാങ്കോട്ടിനടുത്തുള്ളത്. ഒരു പെൺകുട്ടിയും രണ്ട് ആൺകുട്ടികളുടെ ഷോൾഡറിൽ കയറി നിൽക്കുന്ന പോലെയുള്ള ഒരു സ്വിം വെയർ ഇട്ടിട്ട് നിൽക്കുന്ന പോലെയുള്ള സ്കൾപ്ചറാണ്. താഴത്ത് ഫൗണ്ടനാണുള്ളത്. ഫൗണ്ടൻ ഓണല്ല. അപ്പോൾ ഈ ടൗൺ ഡിസൈൻ ചെയ്ത സർ ജിയോഫ്രെ ജെലിക്കോയെ ആദരിച്ചു കൊണ്ടിട്ടുള്ള ഒരു സ്കൾപ്ചറാണിത് ബാങ്കോട്ടിനടുത്ത്. ഈ ഏരിയയിൽ ഫ്രൈഡേ ഒരു ഓഫ് ഡേ മൂഡിലാണ് ഉള്ളത്. കാലത്ത് തന്നെ കുറേ ഷോപ്പുകളൊക്കെ അടച്ചിട്ടൊക്കെയാണ്. ടെസ്കോ ഒക്കെ തുറന്നിട്ടിട്ടുണ്ട്. അടുത്തൊരു ടെസ്കോ ഉണ്ട്, 2 ടെസ്കോകളുണ്ട്. അതൊക്കെ തുറന്നിട്ടുണ്ടെന്ന് വെച്ചാലും കുറേ ഷോപ്പുകളൊക്കെ അടച്ചിട്ടൊക്കെയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എത്തിക്കുന്നത് ഗാഡർ ബ്രിഡ്ജ് പാർക്കിലാണ്. അവിടുത്തെ ചാർട്ടർ ടവറാണ് നമ്മളിപ്പോൾ കണ്ട ആ ചെറിയ ടവർ. സെക്കൻഡ് ബറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 16th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ച ഒരു മാനർ, ഒരു ബ്രിട്ടീഷ് മാൻഷൻ്റെ മുൻപിലുള്ള ഒരു പോർച്ച് പോലെ പണിതിട്ടുള്ള ഒരു 2 സ്റ്റോറിയിലുള്ള ഒരു ടവറാണ് ഈ കണ്ടത്. ഇതാണ് ആ മാനർ. അതിൻ്റെ മുമ്പിലുള്ള ഒരു ഗാർഡനാണ് നമ്മളീ കാണുന്നത്. വലിയൊരു മാൻഷനാണ്. അത് അടഞ്ഞു കിടക്കുകയാണ്. ഇതിന് ചുറ്റും കണ്ട ഗാർഡനെ ചാർട്ടർ ഗാർഡൻസ് എന്നാണ് പറയുന്നത്. പുറമേ ഉള്ളത് ആ പാർക്കാണ്. ഫുള്ള് വലിയ പാർക്കാണ്. അവിടെ ധാരാളം ആൾക്കാർ നടക്കാനും പട്ടികളെ കൊണ്ടുവന്ന് നടക്കാനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം കറങ്ങിയിട്ട് തിരിച്ച് ടൗണിലേക്ക് തന്നെ വന്നു. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ചൊക്കെ കഴിച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങിയത്. അടുത്ത വഴിക്ക് ഇറങ്ങി. ഇത് റിവർ സൈഡാണ്. റിവർ സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു മോളും ഉണ്ട്, വലിയൊരു മോളും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് റിവർ, ആ നദി കാണാം. ഒരു കനാല് പോലെയാണ് നമുക്ക് കാണുന്നത്. അതിങ്ങനെ നീണ്ടു പോയിട്ടുണ്ട്. ഒരു അപ്പുറത്തും റോഡും നടക്കാനുള്ള വഴിയും ചെറിയ ചെറിയ പാർക്കുകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഒരു സൈഡിൽ ബിൽഡിങ്ങുകളും ഒക്കെ ആയിട്ട്. അതിൻ്റെയൊക്കെ കുറച്ച് അപ്പുറത്തായിട്ട് വലിയ റോഡ് പോകുന്നുണ്ട്. ഗാറ്റ്വിക്ക് എയർപോർട്ടിൽ നിന്നും ഒക്കെയുള്ള വലിയ കണക്ഷൻ, വലിയ റോഡ് പോകുന്നുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി ഒരു സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. നടക്കാം. പുൽത്തകടികളൊക്കെ ഉണ്ട്. നടന്നു കഴിഞ്ഞാലാണ് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അവിടെ നിന്ന് നമുക്ക് സെൻട്രൽ ലണ്ടനിലേക്ക് പോകാനായിട്ട് യൂസ്റ്റണിലേക്ക് ട്രെയിൻ കിട്ടും. യൂസ്റ്റണിൽ നിന്ന് പിന്നെ ട്യൂബ്, മെട്രോ ഒക്കെ വഴി സെൻട്രൽ ലണ്ടനിലേക്ക് എത്താം. അങ്ങനെ ആ സാറ്റർഡേ മുഴുവനും ഞങ്ങൾ ചിലവഴിച്ചത് ഹെമൽ ഹെംസ്റ്റെഡിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളും പ്രകൃതി സൗന്ദര്യവും കണ്ടുകൊണ്ടായിരുന്നു. അതിന് മാത്രം പ്രകൃതി സൗന്ദര്യം അവിടെയുണ്ട്. മോളുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊന്നും കയറിയില്ല. ഈ സൗന്ദര്യം ആസ്വദിക്കുക തന്നെ നമുക്ക് സമയം പോണ വഴി അറിയില്ല. അപ്പോൾ ഇനി അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും വരാം. അടുത്തത് ദൂരെയുള്ള കൺട്രി സൈഡുകൾ തേടിയുള്ള യാത്രയാണ്. അപ്പോൾ ബൈ ബൈ.